ഹായ് ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഒരു മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിമ്മിൽ വെച്ചുണ്ടായ ഒരു ഇഷ്യൂ ആണ്. ഡിസംബർ 19 ജിമ്മിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നത്. അതെങ്ങനെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 സെലിബ്രേഷൻ തുടങ്ങിയിട്ട് DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10 മണിക്കാണ് DJ കഴിയുന്നത്. അപ്പോൾ ഇവന്റെ റിലേഷനിലുള്ള പെണ്ണ് ആ DJക്ക് ഉണ്ടായിരുന്നു. മീൻസ് ആ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത്. ഇവിടെ ഇപ്പോൾ അഞ്ജലിയുടെ നേരെ ആ ജിമ്മിൽ വെച്ച് നടന്ന ഒരു മർഡർ അറ്റംപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് മീ അഞ്ജലി എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അഞ്ജലി മറ്റൊരു വീഡിയോയുമായിട്ട് അഞ്ജലിയുടെ ചാനലിൽ വന്നിരിക്കുകയാണ്. അഞ്ജലിയുടെ ഭർത്താവിൻ്റെ ജിമ്മിൽ, ഈ ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ജിമ്മ് ബിഗ് ബോസ് സീസൺ 6 കാണുന്ന സമയത്ത് അതിലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി ഷോയിൽ വെച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു ജിമ്മ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഗബ്രിക്കും കൂടി പാർട്ട്ണർഷിപ്പ് ഉള്ള ഗബ്രിയുടെ അച്ഛൻ നോക്കി നടത്തുന്ന ഒരു ജിമ്മാണ്. ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത് അങ്കമാലിയിലാണ്. ഈ ജിമ്മിനകത്താണ് ഈ പറയുന്ന രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളും അത്തരം കഥകളെല്ലാം നടക്കുന്നതും അഞ്ജലി ഇതേക്കുറിച്ച് അറിയുന്നതും അത് വീഡിയോയിലൂടെ ഇപ്പോൾ പുറത്തുവിടുന്നത്. അഞ്ജലിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് അഞ്ജലി പുറത്തു വന്ന് സംസാരിക്കുന്നു, അതേക്കുറിച്ച് ഞാൻ അഞ്ജലിയോട് ചോദിച്ചപ്പോൾ അഞ്ജലി എനിക്ക് വ്യക്തമായ ഒരു മറുപടി തന്നു. ഞാൻ ആ ഒരു ഓഡിയോ ഇതിന്റെ അവസാനം വെക്കുന്നുണ്ട്, നിങ്ങൾ ആ ഓഡിയോ കേൾക്കണം. എന്തുകൊണ്ട് അഞ്ജലി ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു? ഒരു പെൺകുട്ടി അവളുടെ ജീവന് വരെ ആപത്തുണ്ടാവുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ സഹായം അഭ്യർത്ഥിക്കുന്നത് പൊതുജനങ്ങളോടാണ്. അഞ്ജലി അത് അഞ്ജലിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഞ്ജലിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അഞ്ജലിക്ക് ഭാഗികമായ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ അഞ്ജലി നിൽക്കുന്നത് അഞ്ജലിയുടെ വീട്ടിൽ തന്നെയാണ്. അത് ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അഞ്ജലിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അഞ്ജലി പറഞ്ഞൊരു കാര്യമാണ്, ചേട്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്, എൻ്റെ അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ ആരും പ്രൊട്ടക്ട് ചെയ്യാനില്ലാത്തൊരു പെൺകുട്ടി, അമ്മ മാത്രമാണ് സഹായത്തിനുള്ളത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഇപ്പോൾ ഭർത്താവിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ അഞ്ജലിയുടെ നേരെ ആ ജിമ്മിൽ വെച്ച് നടന്ന ഒരു മർഡർ അറ്റംപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഈ ലിൻഡോയുടെ കാമുകി എന്ന് പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു മർഡർ അറ്റംപ്റ്റ്. അതെങ്ങനെയാണെന്നുള്ളത് അഞ്ജലി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗബ്രിക്ക് പാർട്ട്ണർഷിപ്പുള്ള ജിമ്മാണെങ്കിലും ഗബ്രിയുടെ അച്ഛനാണ് ഈ ജിമ്മ് നോക്കി നടത്തുന്നത്. അദ്ദേഹത്തോട് അഞ്ജലി ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലിൻഡോയോട് സംസാരിച്ചിട്ട് അഞ്ജലിയെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു വിളിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗബ്രി ഇതിൽ ഇടപെടേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ജിമ്മിൽ നടക്കുന്ന അനാവശ്യ ബന്ധങ്ങളെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഞ്ജലി പുറത്ത് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഗബ്രിയുടെ ക്രെഡിബിലിറ്റി വരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഹായ് ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഒരു മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിമ്മിൽ വെച്ചുണ്ടായ ഒരു ഇഷ്യൂ ആണ്. ഡിസംബർ 19 ജിമ്മിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നത്. അതെങ്ങനെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 സെലിബ്രേഷൻ തുടങ്ങിയിട്ട് DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10 മണിക്കാണ് DJ കഴിയുന്നത്. അപ്പോൾ ഇവന്റെ റിലേഷനിലുള്ള പെണ്ണ് ആ DJക്ക് ഉണ്ടായിരുന്നു. മീൻസ് ആ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത്. അപ്പോൾ ഈ കുട്ടി വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പ്രൂഫ് കൊടുത്താളാം. അതിനുശേഷം 10 മണിയായിട്ടും DJ നിർത്താണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, വന്നേ പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. 6 to 7 ആ സമയത്താണ് ഞാൻ ജിമ്മിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ പെണ്ണ് വന്നതിന് ശേഷം ഇവൻ്റെ അടുത്തേക്ക് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 10 മണിയായിട്ടും DJ നിർത്താൻ. അപ്പോൾ നമ്മൾ 10 മണി DJ നിർത്തി എനിക്ക് വിശക്കുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണ്, വല്ല ബോധം നിനക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് DJ നിർത്തി കഴിഞ്ഞിട്ട് ഇവർ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം DJ കഴിഞ്ഞ് ഇവിടെ അവിടെ ഇറങ്ങി പോരുമ്പോൾ ഇവൻ പിന്നാലെ ഓടിപ്പോവാണ്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നാലെ സ്പീഡിൽ ഓടിപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്, നീ എങ്ങോട്ടേ പോകണമെന്ന് ചോദിച്ചു. അവൻ്റെ തൊട്ട് പിന്നാലെ ഇറങ്ങി ഓടിപ്പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഓടിപ്പോണെന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. നിൽക്ക് ഞാനുണ്ടെന്ന് പറയും. അങ്ങനെ എന്നിട്ട് ഞാൻ വരുന്നേക്കണം മുന്നേ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സ്പീഡിൽ ഇറങ്ങി ഓടിപ്പോയിട്ട് നേരെ ചെല്ലുന്നത് ഇവൻ്റെ അടുത്തേക്കാണ്. ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ വരുന്നതെന്ന് കണ്ടപ്പോൾ ഇവൻ വേഗം ഇങ്ങനെ ശബ്ദം ഉയർത്താൻ. ക്യാമറ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. അതുവരെ ഇവർ വളരെ ശബ്ദം കുറച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഫുട്ടേജ് നോക്കുമ്പോൾ ഞാൻ അത് കണ്ടായിരുന്നു. വളരെ ശബ്ദം കുറിച്ച് സംസാരിച്ച ആൾക്കാർ ഞാൻ വരുന്ന കണ്ടപ്പോൾ ഇവിടുത്തെ വഴി ചോദിച്ചു, നിനക്ക് കേക്ക് വേണോടാ ചോദിക്കേണ്ട അവൻ്റെ അടുത്ത്. അവൾ വേണ്ടാന്ന് പറയുമ്പോൾ തിരിച്ചിറങ്ങി വരുന്നത്. ഞാൻ അവിടെ സ്റ്റെയർ കാണിക്കാം. ഈ സ്റ്റെയറിന് അത്യാവശ്യം വീതിയുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് സ്റ്റെയർ പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. സ്റ്റെയർ പിടിച്ച് ഞാൻ ഇറങ്ങി വരുന്ന ഞാൻ കറക്റ്റ് അവിടെ എത്തുന്ന സമയത്ത് ഇവൾ എൻ്റെ മേത്ത് വന്ന് ഒറ്റ തട്ടാണ്. ശരിക്കും ഞാൻ വീഴേണ്ടതായിരുന്നു. ആ തട്ടിലും കഴിഞ്ഞാൽ അറിയാണ്ട് തട്ട ആളാണെന്നുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് പോകണം, വേണ്ടേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, മോളെ വയറ് ശ്രദ്ധിച്ചോളൂ, ആൾക്കാർ ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് വന്നിരിക്കും, നോക്കിക്കോളൂ, മാറി നടന്നോളൂ എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. കാരണം അവർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് പറഞ്ഞാൽ മോളെ ശ്രദ്ധിച്ചോളൂ, ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കല്ലേ, പറയാണ്ട് ഇപ്പോൾ വന്ന് കൈമ ജസ്റ്റ് തട്ടിയപ്പോൾ വരിക സോറി ഇട്ടാന്ന് പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്ന് മനഃപൂർവ്വം ഇടിച്ചിട്ട് ഒരു സോറി പോലും പറയാണ്ട് സ്പീഡിൽ ഇറങ്ങി ഓടാണ്. അതെനിക്ക് ഡൗട്ടായത്. ഇവിടെ എൻ്റെ മേത്ത് വന്ന് ഉറക്കൊറ്റടിയും സ്പീഡിൽ ഇറങ്ങി സ്റ്റെയർ ഇറങ്ങി പോകാണ്. ശരി, തിരിഞ്ഞു പോലും നോക്കിയില്ല ഇവിടെ എന്താ പറ്റിയെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ നേരെ മെയിൻ എൻട്രൻസിന്റെ ഡോർ തുറന്നിട്ട് കയറി ചെന്ന് ഇവരോട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ച് തിരിച്ചിറങ്ങി താഴെ ഇറങ്ങുന്ന സമയത്തും ഇവ ഓടിപ്പോവാണ്. അപ്പോൾ അവൾ അവിടെ താഴെ ബൈക്കിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഇവൻ സ്പീഡിൽ ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ ഞാൻ കോളിലായിരുന്നു. അപ്പോൾ ഇവന്റെ അടുത്ത് എന്തൊക്കെ സംസാരിച്ചു. ഇവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിന്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പിന്നെ ആവശ്യം വരാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പറയും. കാരണം അതിലൊരുത്തി ഈ ഒരു ഇഷ്യൂ ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്ത് കയറി വന്ന് സംസാരിച്ചായിട്ട് അവസാനം എന്നെ തെറി വിളിച്ച് പോയതാണ്.
ഒരു കാര്യമില്ലാണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ചേച്ചി ലിൻഡോ ചേട്ടാ അങ്ങനെയല്ല ലിൻഡോ ചേട്ടാ ഇങ്ങനെയാണ് ചേച്ചി പോയി പിന്നെ ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്നെ തെറി വിളിച്ച് പോയൊരു വ്യക്തിയാണ് അവളും അതായത് ആ ജിമ്മിൽ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇവന്റെ റിലേഷൻ വേറൊരു ട്രെയിനർ അവന്റെ റിലേഷൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് കൂടി ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയണം അതൊന്നും എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു ഇഷ്യൂ കണ്ടുപിടിച്ച് വരുന്ന സമയത്താണ് ഇവരുടെ ഗ്രൂപ്പിനെ പറ്റി ഇവർ പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോകാൻ കപ്പിൾസ് ആയിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത് അന്ന് തന്നെ 19-ാം തീയതി ആ ജിമ്മിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഇവനോട് പറയുന്നുണ്ട് ഇവളെ തട്ടിയിടാൻ നോക്കി സ്റ്റെപ്പ് തട്ടിയിടാൻ നോക്കുന്ന ഒരു കാര്യം ഫസ്റ്റ് ഇവന്റെ അടുത്ത് പറഞ്ഞ കാര്യം അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ആദ്യം അടുത്ത് പറഞ്ഞ ഡയലോഗ് അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു നീ അങ്ങനെ പറയണം അപ്പോൾ ഞാൻ കള്ളം പറയാൻ ചോദിച്ചു അത് ഇനി പിന്നെ ചോദിക്കുമ്പോൾ ഇവ അത് കിടന്ന് ഉരുളുണ്ട് കിടന്നിട്ട് എന്തൊക്കെയോ കിടന്ന് ഉരുളണ പോലെ കിടന്ന് ഉരുളുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് എടുത്ത് വീണെടുത്ത് നീ ചത്തോ വീണിട്ട് നീ എന്താ ഉണ്ടായേ ചോദിച്ചേ നീ എന്താ ഉദ്ദേശിച്ചേന്ന് ചോദിച്ചേ നിനക്ക് തട്ടിയിട്ട് എന്താ വേണ്ടായിരുന്നു ചോദിച്ചു ഞാൻ നിനക്ക് എന്നെയാണ് കൊല്ലണ്ടേ അത് എൻ്റെ കുട്ടീനാണ് കൊല്ലണ്ടേന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് 7 മാസമായി ഞാൻ ആ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഞങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റും ഇല്ലേ അത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതിനുശേഷം ഞാൻ ഇതിന് ക്യാമറ ഫുട്ടേജ് നോക്കണമെന്ന് പറഞ്ഞു ക്യാമറ ഫുട്ടേജ് നോക്കണമെന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ അടുത്ത് എടുത്ത വഴിക്ക് പറഞ്ഞു അവിടെ ക്യാമറ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് അവൾക്ക് എങ്ങനെ അറിയാം അവിടെ ക്യാമറ ഇല്ലാത്ത അവൾക്ക് എങ്ങനെ അറിയാം എനിക്കറിയില്ല ആരും പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവിടെ ക്യാമറ ഇല്ലാത്ത സ്ഥലം നീ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ അവ എടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ സ്ക്രീനിൽ പ്ലേ ചെയ്യാറുണ്ട് ജിമ്മിൽ ടിവിയിൽ ഞാൻ സ്ക്രീനിൽ പ്ലേ ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പറഞ്ഞു ആ ജിമ്മിൽ വരുന്നവർ ഇതിനും കൂടി ഒരു ക്ലാരിറ്റി തരണം അവിടുത്തെ CCTV ഫുട്ടേജ് ജിമ്മിൽ പ്ലേ ചെയ്യാറുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും അഞ്ജലി ഇത്രയും നേരം പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കാരണം സ്വന്തം ഭർത്താവ് അവന്റെ കാമുകിയെ കൊണ്ട് ഭാര്യനെ തള്ളി ഇട്ട് കൊല്ലാൻ ശ്രമിച്ചത് അതും 7-8 മാസം പ്രഗ്നന്റ് ആയ ഒരു ലേഡി ഒന്ന് തട്ടി വീണിരുന്നുവെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നിട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഭർത്താവ് എന്താ പറയുന്നത് അവൾ അങ്ങനെ ചെയ്യത്തില്ല രണ്ടാമത് ക്യാമറ നോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ക്യാമറ വർക്ക് ചെയ്യില്ല അതെങ്ങനെ അവൾക്കറിയാം അത് ജിമ്മിൽ CCTV പ്ലേ ചെയ്യാറുണ്ടെന്ന് ഈ ലിൻഡോ എന്ന് പറയുന്നത് പക്ക ക്രിമിനൽ ആണെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം പക്ക ക്രിമിനൽ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്നലെ അഞ്ജലി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി ബാക്കി കേൾക്കാം എന്താണ് അഞ്ജലിക്ക് ഈ വിഷയത്തിൽ ഇനി സംസാരിക്കാനുള്ളതെന്ന് അവളെ തട്ടിയിടാൻ നോക്കി ഇവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇറങ്ങി പറഞ്ഞേക്കാണ് മുന്നേ ഇവ ഓടിപ്പോയിട്ട് അവൾക്ക് ക്ലൂ കൊടുക്കണം ഞാൻ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവണേ പിന്നീട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ തെറി വിളിക്കുക ദേഷ്യപ്പെടാം വീണിട്ട് ചത്തവും ചോദിക്കുക വീഡിയോയിൽ കാണിക്കുന്നത് ജിമ്മിന്റെ മെയിൻ എൻട്രൻസ് ആണ് അത് ഫേസ് ലോക്കിന്റെ സ്ഥലം ആ ഒരു പോർഷനിൽ ക്യാമറ ഇല്ല ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അവൾ തട്ടിയിടാൻ നോക്കിയിരിക്കുന്നു ഇതൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ ചോദിക്കുന്ന സമയത്ത് പറയാ അവൾ അങ്ങനെ ചെയ്യില്ല അവൾ അറിയാണ്ട് തട്ടിയതായിരിക്കും ഫുൾ അവളെ സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കുക പിന്നെ എനിക്ക് ഡൗട്ടായി തുടങ്ങി ഇവ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യണത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നെങ്കിലും ചിന്തിക്കണ്ടേ അതുപോലെ ചിന്തിക്കാനാണ് സപ്പോർട്ട് ചെയ്യണത് പിന്നെ ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ തല കുമ്പിട്ടിരിക്കുക ഇതൊക്കെയാണ് അവൻ ചെയ്യുന്ന പരിപാടി ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മർഡർ അറ്റംപ്റ്റിന് ഇവിടെ തള്ളിയിടാൻ നോക്കിയെന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കമ്മീഷണർ ഓഫീസ് വഴിയാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത് അതായത് തുണ ആപ്പിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തിട്ട് മണ്ണുത്തി സ്റ്റേഷനിൽ തന്നെ വിളിക്കുകയാണ് ചെയ്തത് അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷനിലത്തെ സാർ ചോദിച്ചു ഇവർ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ അവൾ കൈ കെട്ടി നിന്നിട്ട് മറുപടി പറയും എനിക്ക് ഇവർ അറിയുന്നില്ല ഞാൻ ആകാൻ സമയത്ത് കണ്ടിട്ടുള്ളൂ എനിക്ക് ഇവർ തട്ടിയിട്ടൊന്നും കിട്ടാനോ എനിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞു അത് ഞാൻ അവിടുത്തെ മെയിൻ SI SC ആരുടെ അടുത്ത് സംസാരിച്ചു എൻ്റെ അടുത്തും അവരുടെ അടുത്ത് സെപ്പറേറ്റ് സംസാരിച്ചു ഒരുമിച്ച് സംസാരിച്ചു പോലുമില്ല എന്നിട്ട് അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുത്തെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ അവരുടെ റിലേഷൻ കണ്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ 19-ാം തീയതി മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ റിലേഷൻ ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വിത്ത് പ്രൂഫ് എടുക്കാൻ ഞാൻ കണ്ടുപിടിക്കുന്നത് 19-ാം തീയതി മുതൽ ഇവളെ തട്ടിയിടാൻ നോക്കിയൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ തള്ളിയിടാൻ നോക്കി എന്നുള്ളതും തള്ളിയിട്ടു എന്നുള്ളതും ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം രണ്ടാണ് അതായത് ഞാൻ വീണ് കഴിഞ്ഞ് എനിക്കും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവർക്ക് കേസ് എടുക്കാമായിരുന്നു ഇതാണോ നമ്മുടെ നാട്ടിലെ നിയമം ഒരു പെൺകുട്ടി വന്നിട്ട് പറയുവാണ് എന്നെ തള്ളിയിടാൻ ശ്രമിച്ചു എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമാണോ നിയമം അലേർട്ട് ആവുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഇനി അവിടെ CCTV ഇല്ലാത്തത് ഈ കുട്ടിയുടെ മിസ്റ്റേക്ക് ആണോ അവൾക്കത് കാണിക്കാൻ തെളിവില്ല അവൾക്ക് പറയാനേ അറിയത്തുള്ളൂ അത് അവളുടെ നിസ്സഹായ അവസ്ഥയാണ് ഇന്ന് അവൾക്ക് ഇത്രയും ഗതികെട്ടൊരവസ്ഥ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കേണ്ടി വന്നുവെങ്കിൽ അത് ഇവിടുത്തെ നിയമം സ്ട്രോങ് അല്ലാത്തതാണ് ഇത്രയും അനാശാസ്യങ്ങൾ ആ ജിമ്മിൽ നടന്നിട്ട് അതിനെതിരെ ഒരു അന്വേഷണം പോലും അന്വേഷിക്കാൻ എന്തുകൊണ്ട് പോലീസുകാർ തയ്യാറാവുന്നില്ല മണ്ണുത്തി സ്റ്റേഷനിലെ പോലീസുകാരെയാണ് ഇത് ആദ്യം ഇൻഫോം ചെയ്തത് അവരിതൊരു അന്വേഷണം നടത്തിയിട്ടില്ല വിളിച്ചു വരുത്തി ചോദിച്ചു വിട്ടു കഴിഞ്ഞു പരിപാടി അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു നാളെ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചതിന് ശേഷം #, ഇട്ടിട്ട് കാര്യമില്ല ഒരു കൈക്കുഞ്ഞുമായിട്ട് ആ സമയത്ത് കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാന്ന് പറയുന്ന ആലോചിച്ച് നോക്കി ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതും പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണത് എന്തുകൊണ്ട് ഇവിടുത്തെ നിയമം ഇങ്ങനെ അഞ്ജലി ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ് ഞങ്ങൾ മരിച്ചു പോയതിന് ശേഷമേ ഞങ്ങൾക്ക് നീതി കിട്ടുള്ളൂ ഇതാണ് ചോദിക്കുന്നത് ഉത്തരമില്ലാർക്കും നിങ്ങൾക്ക് ഉത്തരമുണ്ടോ അതുല്യയുടെ പ്രശ്നങ്ങൾ അതുല്യയുടെ ഹസ്ബൻഡ് അതുല്യ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടും അതുല്യനെ അവർ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതുല്യക്ക് ആത്മഹത്യ അല്ലെങ്കിൽ അതുല്യക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് ഇവിടെ അഞ്ജലിയുടെ ബുദ്ധിമുട്ടുകൾ അഞ്ജലി തുറന്നു പറയുവാണ് നാളെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും സംഭവിച്ചതിന് ശേഷമാണോ നിയമം ഈ പറഞ്ഞ ലിൻഡോയ്ക്ക് എതിരാവുന്നത് അതുവരെ ലിൻഡോനെ പ്രൊട്ടക്ട് ചെയ്യൂ ലിൻഡോനെ വിളിച്ചിട്ട്
ജസ്റ്റ് വാൺ ചെയ്ത് വിടുന്ന അല്ലാണ്ട് ഒരു രീതിയിലുള്ള നടപടികളും എടുക്കുന്നില്ല. ഈ കുട്ടീനെ എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ നിയമം ഇങ്ങനെ ആയിപ്പോയത്? നിയമവ്യവസ്ഥയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തുകൊണ്ട് അഞ്ജലി ഇതിപ്പോ എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് അഞ്ജലി അപ്ലോഡ് ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായി? ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റാണ്. എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഇവിടുത്തെ ലോൻ്റെ സപ്പോർട്ടാണ്. ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കേസെടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇത്രയും എന്താ പറയുക, ദ്രോഹിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ എല്ലായിടത്ത് പോയാലും അവർ എഴുതി പൊടിച്ച് മേടിക്കുകയാണ്. ഇപ്പം ഞാൻ കോർട്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നിൽക്കണം. പിന്നെ വീഡിയോ ഇട്ടതിന് ശേഷം അവൻ്റെ എന്താ പറയുക പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടും അവർ സ്റ്റാറ്റസിലൂടെയൊക്കെ എനിക്ക് വേറെ ആളായിട്ട് റിലേഷൻ എന്ന രീതിക്ക് സ്റ്റോറൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞത്. അപ്പോഴവരവിടെ നിന്ന് പറഞ്ഞു ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് വീഡിയോ ആയിട്ട് ഇറങ്ങാന്നുള്ളത്. കാരണം സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഉപകാരമില്ല. കേട്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി സമൂഹത്തിന് മുന്നിൽ സഹായം ചോദിച്ച് നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ പറയുന്നു ഇനി ചെയ്യരുത്, അവിടെ കൊണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ അവൻ ഇപ്പോഴും അവൻ്റെ സ്റ്റോറികളിലൂടെ ഈ കുട്ടീനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നല്ലവനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവൻ്റെ സ്റ്റോറിയിലൂടെ, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പെൺകുട്ടി നീതിക്ക് വേണ്ടി ഇനി ആരുടെ വാതിലിൽ മുട്ടണം, ആരുടെ കാല് പിടിക്കണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാളെ ഒരു അതുല്യം ഉണ്ടാവരുതെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം മാത്രമേ നിയമം ഉണരുള്ളൂ. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.